പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ടസറിൽ കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സാരികളാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറിൽ കട്ട് വർക്കാണ് വരിക, രണ്ട് സൈഡിലും കട്ട് വർക്ക് വരുന്നു. അതുപോലെ ഇതിൻ്റെ പല്ലു, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇടയ്ക്ക് എംബ്രോയ്ഡറി വർക്കുകൾ സ്കാറ്റേർഡായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ളായിട്ടും വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. അപ്പോൾ ഒരു കളറിൽ ഡിസൈൻ, കട്ട് വർക്കിൻ്റെ ഡിസൈൻ മാറ്റത്തിൽ അങ്ങനെ 10 കളേഴ്സ് ഉണ്ട്. ഞാനത് ഓരോന്നായിട്ടൊന്ന് കാണിക്കാം. ഇതിൻ്റെ കളറിൽ മെറ്റീരിയലിൽ ഒന്നും ഡിഫറൻസ് ഇല്ല, പക്ഷേ ഇതിൻ്റെ കട്ട് വർക്കിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. വിത്ത് ബ്ലൗസാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ കട്ട് വർക്ക് വരുന്നത്. അതിൻ്റെ മറ്റ് കട്ട് വർക്ക് ഇങ്ങനെയാണ് വരിക, മറ്റേ ഡിസൈൻ. ഇതൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിലുള്ള ഈ കട്ട് വർക്ക് ഈ ഭാഗം വരെയും, ഞാൻ എല്ലാത്തിൻ്റെയും പറയാറുണ്ട്, അത് ഈ ഭാഗം വരെ വരുന്നുള്ളൂ, ഈ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരെ. ഇത് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് വരിക. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ചെറുതായ ഒരു സെൽഫായിട്ടൊരു ലൈനും കൂടെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള കട്ട് വർക്ക് ഇങ്ങനെയാണ് വരിക. ഇത് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. നല്ലൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കട്ട് വർക്കിൻ്റെ മാറ്റത്തിൽ വേറെ ഈ കളറിൽ തന്നെ വരുന്നുണ്ട്. അതോടെ ഞാൻ ഈ കൂടെ കാണിക്കാം കേട്ടോ. അതിതാ ഒരെണ്ണത്തിൻ്റെ കട്ട് വർക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. അടുത്തത് ഇങ്ങനെ വരുന്നത്. കളറ് സെയിം, ഈ കട്ട് വർക്കിൻ്റെ ഡിസൈന് മാത്രം മാറ്റമുള്ളൂ. റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളേഴ്സാണ്. അതുപോലെ ഈ മെറ്റീരിയലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ചുളുങ്ങുന്ന മെറ്റീരിയലല്ല, വെയ്റ്റ് ലെസ്സാണ്. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വരുന്നത്. ഇത് സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ ആ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് വരിക. ഈ എംബ്രോയ്ഡറി വർക്കിലുള്ള ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാം വിടർത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് ഞാൻ ഒരെണ്ണം ഉടുത്ത് കാണിച്ചു, അത് തന്നെയാണ് ആ സാരിയുടെ ഓൾ ഓവർ വരുന്ന ഡിസൈനും കട്ട് വർക്കും എല്ലാം. പിന്നെ ഈ കട്ട് വർക്കിലുള്ള ചെറിയ ഡിഫറൻസ് അത് ഞാനൊന്ന് കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ അവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് കരുതി കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കിൽ വരുന്ന ഡിഫറൻസ്. ഇതിൻ്റെ മറ്റൊരു കളറാണ്. എല്ലാ കളറും വെറൈറ്റി കളേഴ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളറിനോട് ഒരു സ്വല്പം ഡാർക്കായിട്ട് തന്നെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇതുണ്ടോ, ഇതിൽ വരുന്ന ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഈ സൈഡിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ആ വർക്ക് വരുന്നുള്ളൂ. ഈ സൈഡിൽ ലോവർ പോർഷനിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. നമുക്ക് 1 ലെയർ ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. ബോഡി പാർട്ടിലേക്ക് വരും, ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇനി ഇതിൻ്റെ മറ്റൊരു ഡിസൈനാണ് ഇങ്ങനെ. ഇതിൻ്റെ മറ്റൊരു കട്ട് വർക്കാണ് ഇങ്ങനെയാണ് വരിക. വലിയ മാറ്റങ്ങളില്ല, പക്ഷേ സ്വല്പം മാറ്റമുണ്ട് താനും. റേറ്റ് വരുന്നത് 2135. നല്ലൊരു ചിക്കു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് പ്രായക്കാർക്ക്, ഏത് കളറുകാർക്ക് അനുയോജ്യമായ കളറിൽ തന്നെ. ഈ സൈഡിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടം വരെ ഇത് വരുന്നുള്ളൂ. ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഉൾഭാഗം വരുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. ഇങ്ങനെ ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. പിന്നെ സ്കാറ്റേർഡായിട്ട് ചെറിയ എംബ്രോയ്ഡറി വർക്കുകളുണ്ട്. അതുപോലെ ചെറിയൊരു ലൈൻസ് ഇതിലിങ്ങനെ നോക്കുമ്പോൾ കാണാം. അത് ലൈനായിട്ട് അങ്ങ് വന്നേക്കുന്നല്ല, അതൊരു പ്രത്യേകിച്ച് വന്നേക്കുന്നല്ല, പക്ഷേ ആ മെറ്റീരിയലിൽ തന്നെ ഒരു ലൈൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയലും. ഇങ്ങനെയാണ് ഇതിൻ്റെ
പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ തന്നെ ഇത് വരിക. ഇതിൻ്റെ മറ്റൊരു ഡിസൈനാണ് ഇത്. ഈ എംബ്രോയ്ഡറി വർക്കിലും കട്ട് വർക്കിലും ഒരു ലീഫ്, അതുപോലെ ഒരു മാംഗോ ഡിസൈൻ, ഇതെല്ലാം ഇതിൽ വരിക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ നമ്മൾ അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലും അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. ലോവർ പോർഷനിൽ ആ ബോർഡർ ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. അതുപോലെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഇങ്ങനെ വരുന്നു ഡിസൈൻ വരുന്നത്. അതുപോലെ ഇതിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. അതുപോലെ ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ മറ്റ് എംബ്രോയ്ഡറി വർക്കുകൾ ഇതുണ്ട്. ഇത് അതിൻ്റെ മറ്റൊരു ഡിസൈൻ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിത് ഓരോന്നായിട്ട് കാണിച്ചത്. ഇതിപ്പം കൈകളിൽ എത്തിക്കഴിയുമ്പോൾ പറയാം അതായിരുന്നല്ലോ നിങ്ങൾ കാണിച്ചതെന്നുള്ളൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നോടെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതാണ് മറ്റൊരു ഡിസൈൻ. ഇതതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഇതിൻ്റെ 4 ഡിസൈനുകളുണ്ട്. വേണ്ട ലീഫ്, മാംഗോ, അങ്ങനെ ഓരോരോ ഡിസൈന് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടി ആട്ടോ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135. നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെയും 2 സൈഡിലും ബോർഡറായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. ഇതിന് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റഡ് ആയിട്ട് നമുക്കിതിന് വെയർ ചെയ്താൽ അതുപോലെ തന്നെ കിടന്നോളും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ 1 ലെയർ ആയിട്ടും ഇങ്ങനെയും ഇത് വെയർ ചെയ്യാം. നല്ല ഭംഗിയായിട്ട് തന്നെ കിടന്നോളും. ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. അതുപോലെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പല്ലുവിൽ. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ബോഡി പാർട്ടിൽ ഇങ്ങനെ തന്നെ എല്ലാത്തിൻ്റെയും പോലെ തന്നെ കളറിൽ മാത്രം മാറ്റമുള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. ഇനി കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ച് ഒന്ന് കണ്ടിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന മാക്സിമം ഞാൻ ആ തുണിയെക്കുറിച്ചും ആ കളറിനെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കോളിൽ വിളിച്ച് ഒന്ന് കണ്ടിട്ട് തൃപ്തിപ്പെട്ടിട്ട് മാത്രമേ അത് പ്രൊസീഡ് ചെയ്യാവുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്ന. വലിയ മാറ്റങ്ങളില്ല, ചെറിയ മാറ്റങ്ങൾ മാത്രം. ഇതതിൻ്റെ വേറൊരു ഡിസൈൻ. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരെ ഇത് വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോവർ പോർഷനിലുള്ള വർക്ക് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് പല്ലുവിലുള്ള ഈ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാ കളറുകളും ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ തന്നെയാണ് ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ ബോഡി പാർട്ടിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഈ പല്ലുവിലുള്ള പോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ബോഡി പാർട്ടിലും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ വർക്ക് വരുന്നുണ്ട്. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അതുപോലെ ആ ബോർഡറും കട്ട് വർക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഉണ്ടോ പല്ലുവിലുള്ള ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ ഈ കട്ട് വർക്കിൻ്റെ തന്നെ മറ്റ് കട്ട് വർക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇത് മറ്റൊരു ഡിസൈൻ. ഇത് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്.
ഇതിൻ്റെ ബോഡി പാർട്ടിലുള്ളേക്കാളും ഒരു സ്വല്പം ഡാർക്കായിട്ട് തന്നെ ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. അതുപോലെ ഈ ഭാഗം വരെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഇങ്ങനെ തന്നെ വരുന്നു, എല്ലാത്തിൻ്റെയും വരുന്നത് പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത്. അതിൽ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട് ഫുള്ളായിട്ടും. വിത്ത് ബ്ലൗസാണ്, ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതാണ് ഈ മെറ്റീരിയൽ. വേണ്ട, ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരിക. ഇതിൻ്റെ തന്നെ മറ്റൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സെൽഫായിട്ടുള്ള കളേഴ്സ് തന്നെ വന്നിരിക്കുന്നു. ആ കളറ് കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരുന്നു. അതാ ഇതിൽ വരുന്നൊരു പ്രത്യേകത. ഇങ്ങനെ ബോഡി പാർട്ടിൻ്റെ ഇത് പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ തന്നെ താഴ്ഭാഗത്ത് തിക്കായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നു. ഹാഫ് വരെ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. അതുപോലെ ചെറിയൊരു ലൈൻസ് അത് ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല കളേഴ്സാണ്, എല്ലാം നല്ല കളേഴ്സ്. അതുപോലെ ഈ മെറ്റീരിയലായാലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യാൻ, നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാനൊക്കെ നല്ലൊരു മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ അതുപോലെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഈ മെറ്റീരിയൽ കേട്ടോ, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലല്ല. നമുക്കിത് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. വലിയ കനമൊന്നുമില്ല ഇത്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഉടുക്കാനൊക്കെ എളുപ്പമാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ലൈൻസ് പോലെ ഇതിൽ ഉണ്ട്. അതുമാത്രമേ ഇതിൽ വരുന്നൊരു പ്രത്യേകത വരുന്നുള്ളൂ. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഇനി ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ മറ്റൊരു എംബ്രോയ്ഡറി വർക്ക്, അത് ഞാൻ എല്ലാ സാരിക്കും വേറൊരു എംബ്രോയ്ഡറി വർക്കും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നുകൂടെ കാണിക്കുന്നത്. ഇതാണ്, ഇങ്ങനെയൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഈ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സോഫ്റ്റ് സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്ന സാരിയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. എല്ലാവരിലും എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ തവണ ഇതിന് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ മറ്റൊരു കളറോടെ ഉണ്ട്. അന്ന് ആ കളറില്ലായിരുന്നു, ഈ കളർ മാത്രം ഉള്ളായിരുന്നു. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 1985 ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വരിക. ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ. പ്ലീറ്റ്സ് ആകുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഈ ലീഫിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഹാഫായിട്ട് വരെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതുണ്ടോ, ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ഇതാണ്ട് ആ ലീഫ് ഇതുണ്ട്, ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1985 ആണ്. ഈ ബോഡി പാർട്ടിൽ ഈ ലീഫ് ഫുള്ളായിട്ടും തന്നെ വരുന്നുണ്ട്. ഇത് പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാരിയിൽ നിന്ന് മറ്റൊരു കളറ്. ഈ കളർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നു, കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോഡി പാർട്ടിൽ ആ ലീവ്സ് ഫുള്ളായിട്ടും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ വരുന്നു. ഒരു വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. കണ്ടോ, പല്ലുവിൽ ഈ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നതോ ഇങ്ങനെയും. ഇതുണ്ട്, അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലില്ല. നമുക്ക് വൺ പ്ലേറ്റ് ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ടും ഇതിനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ആണ്. അപ്പോൾ ഞാൻ പിന്നെ പറയാവുന്ന ഒരു കാര്യം, ഇത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് വ്യക്തമായിട്ടും അയച്ചു തരണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഇതിവിടുന്ന് പെട്ടെന്ന് അയക്കാൻ പറ്റുള്ളൂ. സ്ക്രീൻഷോട്ട് എന്നാന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ കുട്ടികളുടെ കയ്യിലായിരിക്കും ഈ ഫോണ്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് അപ്പോൾ തന്നെ അയച്ചു കൊടുത്താൽ അവർക്കൊരു ഡൗട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.